ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഓർഗനൈസിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കബോർഡിൽ ബെഡ്ഷീറ്റുകളെ എങ്ങനെ നല്ല വൃത്തിയിലും നല്ലോണം സ്പേസ് കിട്ടുന്ന രീതിയിലും എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് വയ്ക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇതിലൊരു 7-8 മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ട് തോന്നിയതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വേണ്ട, നമ്മൾ സാധാരണ അഴയിൽ എടുത്തിട്ട് ഇങ്ങനെ മടക്കി വെക്കില്ലേ, ഒന്ന് ഒറ്റ ലെയർ, എന്നിട്ട് പിന്നെ അതൊരു 2ആക്കി മടക്കും, എന്നിട്ട് പിന്നെ അതിനെ 4ആക്കി മടക്കും. അങ്ങനെയായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും വീതിയിലാണ് ഉള്ളത്. അതിന് മുകളിൽ പില്ലോ കവർ വെച്ച് കൊടുക്കുക. അതൊരു 4ആക്കി മടക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇങ്ങനെയും ഒന്നുകൂടെ മടക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫയൽ പോലെ ആക്കിയിട്ട് നമുക്ക് അടക്കി വെക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ബാസ്ക്കറ്റുകളിലാക്കി വെക്കണമെങ്കിലോ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ മടക്കിയെടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടും നമുക്ക് മടക്കി വയ്ക്കാം. വേണ്ട, ഇങ്ങനെ ചുരുട്ടി വെച്ചാൽ എത്ര എണ്ണം വേണമെങ്കിലും മേലേക്ക് ആക്കിയിട്ട് അടക്കി വയ്ക്കുക. ഒട്ടും ചുളുങ്ങോ ഒന്നും ചെയ്യില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ അയൺ ചെയ്യണമെന്നൊന്നുമില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇനി അടുത്ത മെത്തേഡ് നോക്കാം. ഈ 2 മെത്തേഡും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പലരും ചെയ്യുന്നവരായിരിക്കും. ഇങ്ങനത്തെ ഫോൾഡിംഗ് ഒക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത മെത്തേഡ് എങ്ങനെയെന്ന് നോക്കാം. ബെഡ്ഷീറ്റ് ഞാനിപ്പോൾ 4ആക്കിയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫോൾഡിംഗ് ഭാഗം എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ ഒരു 5 ഇഞ്ച് 6 ഇഞ്ചോളം ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം ബെഡ്ഷീറ്റിനെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ആദ്യം ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഈ ഒരു മടക്ക് വരണം. എന്നിട്ട് ഈ ഫോൾഡിംഗ് ഭാഗത്തെ മടക്ക് ഇങ്ങനെ ഓവർലാപ്പായിട്ട് വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ മടക്ക് ഭാഗത്ത് നിന്ന് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരിക. പില്ലോ കവർ ഇല്ലാത്ത ബെഡ്ഷീറ്റാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. പില്ലോ കവർ ഉണ്ടെങ്കിൽ ഉള്ളിൽ പില്ലോ കവർ മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരിക. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ ഒരു ഫോൾഡിങ്ങിൻ്റെ ഈ പീസ് എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. കണ്ട, ഉള്ളിലേക്ക് ആക്കി വെച്ചാൽ നല്ല നീറ്റായിട്ട് ഇരുന്നോളും. ഇതിനുള്ളിൽ പില്ലോ കവർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ തട്ടിയാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പോവില്ല, മടക്കൊന്നും നിവരില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. ഇനി അടുത്ത മെത്തേഡ് നോക്കാം. ഇതുപോലെ ബെഡ്ഷീറ്റ് മടക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ 4ആക്കി മടക്കിയതിന് ശേഷം വീണ്ടും ഒരു മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സൈഡ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുക. ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് ഇരിക്കും. ഈ രീതിയിലും ചെയ്തെടുക്കുക. ഇതന്നെ കുറച്ചും കൂടിയും ചെറുതാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്നും കൂടെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എപ്പോഴും ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക. ഈ രീതിയിലും മടക്കി വെച്ച് കൊടുക്കാം. ഇതിന് മുകളിൽ അടക്കി വെച്ച് കൊടുക്കുമ്പോൾ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് മടക്കി വെച്ച് കൊടുക്കാൻ പറ്റും. നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അതിന് ബെഡ്ഷീറ്റ് ഞാൻ 4ആക്കി ആദ്യം മടക്കിയിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. അതുപോലെ ഇപ്പുറത്തെ സൈഡും ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക.
എന്നിട്ട് വീണ്ടും ഒരു മടക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്നും കൂടി മടക്കി വെച്ച് കൊടുക്കുക. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ പില്ലോ കവർ എടുത്തിട്ട് 2 പില്ലോ കവറും ഇങ്ങനെ നീളത്തിൽ വിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പില്ലോ കവറും മടക്കിയെടുക്കുക. ഇതേ രീതിയിൽ മടക്കി കൊടുക്കുക. എന്നിട്ട് ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഓപ്പണാക്കി മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് ഈ പില്ലോ കവറിൻ്റെ 2 അറ്റവും എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതൊരു രീതി. ഇതുപോലെ തന്നെ മടക്കിയെടുത്തിട്ട് വേറൊരു രീതിയിലും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പില്ലോ കവർ ആദ്യം നമ്മൾ മടക്കിയെടുക്കണം. നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെ, പക്ഷേ ഇത് വേറൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാ ഇതുപോലെ ബെഡ്ഷീറ്റ് ഇതുപോലെ ഒരു പില്ലോ കവർ മടക്കിയെടുക്കുക. അതുപോലെ തന്നെ മറ്റോ പില്ലോ കവറും മടക്കിയെടുക്കുക. എന്നിട്ട് ഈ പില്ലോ കവറിൻ്റെ ഒരു പില്ലോ കവർ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ബെഡ്ഷീറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തിൻ്റെ മേലെ അടുത്ത പില്ലോ കവർ വെച്ച് കൊടുത്തിട്ട് ബെഡ്ഷീറ്റ് ഇതാ ഇങ്ങനെ മറിച്ചിടുക. എന്നിട്ട് ഈ ഒരു ഭാഗം മറ്റേ പില്ലോ കവറിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിലും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ബെഡ്ഷീറ്റും പില്ലോ കവറും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങിപ്പോകത്തൊന്നുമില്ല. ഇപ്പോൾ ഈ എല്ലാ രീതികളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു മെത്തേഡിന് ഇതാ ബെഡ്ഷീറ്റ് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ് മടക്കിയിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഇതിന് മുകളിൽ ഒരു പില്ലോ കവർ വെച്ച് കൊടുക്കുക. എന്നിട്ടിത് ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് അടുത്ത പില്ലോ കവർ എടുത്തിട്ട് നമ്മൾ ഈ മടക്കി വെച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. ഇതിങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. ഈ രീതിയിലും ഫോൾഡ് ചെയ്ത് വയ്ക്കാം. ലാസ്റ്റായിട്ട് ഒരു മെത്തേഡും കൂടി കാണിച്ചു തരാം. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മൾ എപ്പോഴും ബെഡ്ഷീറ്റൊക്കെ മടക്കി വയ്ക്കുമ്പോൾ ദാ ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ തടവി കൊടുക്കുക. അപ്പോൾ ഇതിനുള്ളിലുള്ള ചുളിവുകൾ മാറുകയും ചെയ്യും. നമ്മളിപ്പോൾ തുണികളെ ഇങ്ങനെ ഒന്ന് തലോടി കൊടുക്കുമ്പോൾ അതിനൊന്ന് സ്നേഹിക്കുക എന്നാണ് പറയുക. ഇതാ ഇതുപോലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് ഇതാ ഇപ്പുറത്തെ സൈഡും ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നന്നായി ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിതിൽ എല്ലാ മെത്തേഡുകളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വക വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. ദാ ഇത് എല്ലാ ഭാഗവും ഒരേപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ പില്ലോ കവറ് മടക്കി വെച്ച് കൊടുക്കുക. സിംഗിൾ ബെഡ്ഷീറ്റും ഡബിൾ ബെഡ്ഷീറ്റും എല്ലാം നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഒരു ഭാഗത്ത് പില്ലോ കവർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഓവർലാപ്പ് ചെയ്ത പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിലിപ്പോൾ ഒരു 7-8 മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ
ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.